ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും ജനപ്രിയനായ എന്നാൽ കരിയറിൽ ഉടനീളം അവിശ്വസനീയമായ തരം താഴ്ത്തലുകളും തിരിച്ചടികളും നേരിടേണ്ടി വന്ന മലയാളി താരം സഞ്ജു സാംസന്റെ വൈകാരികമായ തുറന്നുപറച്ചിൽ കേട്ട് നെഞ്ചുലഞ്ഞിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. ന്യൂസിലൻഡിനെതിരായ T20 പരമ്പരയിലെ നിരാശാജനകമായ പ്രകടനത്തിനു ശേഷം താൻ മാനസികമായും പൂർണ്ണമായും തളർന്നിരുന്നെന്നും അന്നത്തെ നായകൻ രോഹിത് ശർമ്മ തനിക്ക് നൽകിയ ഉപദേശങ്ങളെയും കാണിച്ചു തന്ന വഴികളെയും സംശയത്തോടെയാണ് കണ്ടതെന്നും തുറന്നു സമ്മതിച്ചിരിക്കുകയാണ് സഞ്ജു. ഒരു ക്രിക്കറ്റ് താരം തന്റെ കരിയറിലെ ഏറ്റവും കഠിനമായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ സംഭവിക്കുന്ന കാര്യങ്ങളെയും രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റന്റെ വലിയ മനസ്സുമാണ് സഞ്ജുവിന്റെ ഈ പ്രതികരണത്തിലൂടെ പുറത്തുവരുന്നത്. ന്യൂസിലൻഡിനെതിരായ പരമ്പരയിൽ തുടർച്ചയായി അവസരങ്ങൾ ലഭിച്ചിട്ടും പ്രതീക്ഷിച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കാതെ പോയ നിമിഷത്തെക്കുറിച്ച് സംസാരിക്കവേ അതീവ വൈകാരികമായാണ് സഞ്ജു സാംസൺ പ്രതികരിച്ചത്. ന്യൂസിലൻഡിനെതിരായ T20 പരമ്പരയ്ക്ക് ശേഷം ഞാൻ മാനസികമായി വല്ലാതെ തളർന്നിരുന്നു. ആ സമയത്ത് രോഹിത് ഭായ് എന്റെ അടുത്ത് വന്ന് കുറെ കാര്യങ്ങൾ സംസാരിക്കുകയും എനിക്ക് ചില വഴികൾ കാണിച്ചു തരികയും ചെയ്തു. എന്നാൽ സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഞാൻ അദ്ദേഹത്തെ വിശ്വസിച്ചില്ല. സോറി. അദ്ദേഹം തന്റെ ഹൃദയത്തിൽ നിന്നോ അല്ലെങ്കിൽ തന്റെ ദീർഘകാല അനുഭവത്തിൽ നിന്നോ ആയിരിക്കാം അന്ന് എന്നോട് സംസാരിച്ചത്. പക്ഷേ അന്ന് അദ്ദേഹം കാണുന്നത് പോലെ കാര്യങ്ങളെ കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്റെ മനസ്സ് അത്രത്തോളം നിരാശയിലും മാനസിക സമ്മർദ്ദത്തിലുമായിരുന്നു. തന്റെ കരിയർ തന്നെ അവസാനിച്ചു പോയോ എന്ന് ഭയന്ന ആ നിമിഷത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ നൽകിയ പിന്തുണയുടെ ആഴം തിരിച്ചറിയാൻ അന്ന് കഴിഞ്ഞില്ലെന്ന് വളരെ തുറന്ന മനസ്സോടെയാണ് സഞ്ജു സമ്മതിക്കുന്നത്. ഡ്രസ്സിംഗ് റൂമും മാനസിക സമ്മർദ്ദവും സഞ്ജു നേരിട്ട തിരിച്ചടികളും. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഒരു സ്ഥാനത്തിനായി പോരാടുക എന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മാനസിക സമ്മർദ്ദമുള്ള കാര്യങ്ങളിൽ ഒന്നാണ്. പ്രത്യേകിച്ച് സഞ്ജു സാംസണെ പോലെ ഒരു കളിക്കാരന് ഒരു മത്സരത്തിൽ പരാജയപ്പെട്ടാൽ അടുത്ത മത്സരത്തിൽ പ്ലേയിങ് 11-ൽ സ്ഥാനമുണ്ടാകുമോ എന്ന ഭയം എപ്പോഴും ഉണ്ടായിരുന്നു. തുടർച്ചയില്ലാത്ത അവസരങ്ങൾ. ഒരു മത്സരത്തിൽ ഫ്ലോപ്പ് ആയപ്പോഴും തൊട്ടടുത്ത കളിയിൽ പുറത്തിരുത്തുന്ന രീതി സഞ്ജുവിന്റെ ആത്മവിശ്വാസത്തെ പലപ്പോഴും തകർത്തിട്ടുണ്ട്. ന്യൂസിലൻഡ് പരമ്പരയിലെ തകർച്ച. ടീം മാനേജ്മെന്റ് തന്നിൽ വിശ്വാസമർപ്പിച്ചു നൽകിയ ന്യൂസിലൻഡ് പരമ്പരയിൽ വലിയ റൺസ് കണ്ടെത്താൻ സാധിക്കാതെ പോയത് സഞ്ജുവിനെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. സ്വയം നിരാശപ്പെടൽ. ആരാധകരുടെ വലിയ പ്രതീക്ഷകളും സെലക്ടർമാരുടെ കണ്ണുകളും തനിക്കുമേലുണ്ടെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിന്റെ സ്വാഭാവിക ബാറ്റിംഗ് ശൈലിയെ പോലും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. തന്റെ കരിയറിന്റെ തുടക്കകാലത്ത് ഒരുപാട് വിമർശനങ്ങളും അസ്ഥിരതകളും നേരിട്ട് പിന്നീട് ലോകത്തിലെ ഏറ്റവും മികച്ച ഓപ്പണറായും വിജയകരമായ ക്യാപ്റ്റനായും ഉയർന്നു വന്ന താരമാണ് രോഹിത് ശർമ്മ. അതുകൊണ്ട് തന്നെ സഞ്ജു കടന്നു പോകുന്ന മാനസികാവസ്ഥ കൃത്യമായി മനസ്സിലാക്കാൻ രോഹിത്തിന് സാധിച്ചിരുന്നു. മറ്റേതൊരു ക്യാപ്റ്റനാണെങ്കിലും ഫ്ലോപ്പ് ആയപ്പോൾ ഒരു കളിക്കാരനെ പാടെ അവഗണിക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്യാമായിരുന്നു. എന്നാൽ രോഹിത് ശർമ്മ സഞ്ജുവിനെ ചേർത്ത് പിടിക്കുകയും അദ്ദേഹത്തിന്റെ കഴിവിൽ തനിക്കുള്ള വിശ്വാസം തുറന്നു പറയുകയും ചെയ്തു. നീ വിചാരിക്കുന്നതിലും വലിയ കഴിവ് നിനക്കുണ്ട്. നിന്റെ സമയം വരും എന്ന രോഹിത്തിന്റെ വാക്കുകൾ അന്ന് സഞ്ജുവിന് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് തന്റെ കരിയറിലെ തിരിച്ചുവരവുകൾക്ക് വഴിത്തിരിവായത് ആ വാക്കുകളായിരുന്നുവെന്ന് സഞ്ജു പരോക്ഷമായി സമ്മതിക്കുന്നു. തന്റെ തെറ്റുകളും സംശയങ്ങളും പരസ്യമായി തുറന്നു പറയാൻ കാണിച്ച ഈ വലിയ മനസ്സാണ് സഞ്ജു സാംസൺ എന്ന കായിക താരത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. രോഹിത് ശർമ്മ കാണിച്ചു തന്ന കാഴ്ചപ്പാട് വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞ സഞ്ജു പിന്നീട് തന്റെ ബാറ്റിംഗ് സമീപനത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. അനാവശ്യ സമ്മർദ്ദങ്ങൾക്ക് അടിമപ്പെടാതെ സ്വന്തം ശൈലിയിൽ ഭയമില്ലാതെ കളിക്കുക എന്ന രോഹിത്തിന്റെ തന്ത്രം സഞ്ജു പിന്നീട് കൃത്യമായി നടപ്പിലാക്കി. അതിനുശേഷമാണ് രാജസ്ഥാൻ റോയൽസിനായും പിന്നീട് ലഭിച്ച അന്താരാഷ്ട്ര അവസരങ്ങളിലും സഞ്ജു മാച്ച് വിന്നിംഗ് ഇന്നിംഗുകളുമായി മിന്നിത്തിളങ്ങിയത്. പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും വലിയ മനുഷ്യരുടെ ഉപദേശങ്ങളെ മാനിക്കാനും തയ്യാറായതാണ് സഞ്ജുവിന്റെ ഈ ഉയർത്തെഴുന്നേൽപ്പിന് കാരണം. സഞ്ജു സാംസന്റെ ഈ വാക്കുകൾ കേവലം ഒരു ക്രിക്കറ്റ് ഓർമ്മക്കുറിപ്പ് മാത്രമല്ല, തിരിച്ചടികളിൽ തളർന്നു പോകുന്ന ഏതൊരു മനുഷ്യനും വലിയൊരു പാഠമാണ്. നമ്മൾ മാനസികമായി തളർന്നിരിക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ തിരിച്ചറിയാൻ ചിലപ്പോൾ സമയമെടുത്തേക്കാം. എന്നാൽ ആ തിരിച്ചറിവ് വരുമ്പോൾ അത് തുറന്നു പറയാൻ കാണിക്കുന്ന ആർജവം സഞ്ജുവിനെ കൂടുതൽ പ്രിയങ്കരനാക്കുന്നു. സഞ്ജുവിനെ ഇനി വരാനിരിക്കുന്ന പരമ്പരകളിൽ ഇന്ത്യൻ ടീമിൽ അർഹിച്ച സ്ഥാനവും വലിയ വിജയങ്ങളും സ്വന്തമാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കാം. സഞ്ജു സാംസന്റെ ഈ വൈകാരികമായ തുറന്നു പറച്ചിലിനെയും രോഹിത് ശർമ്മ എന്ന ക്യാപ്റ്റന്റെ നിലപാടിനെയും നിങ്ങൾ എങ്ങനെ കാണുന്നു? സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ ഇനിയും കൂടുതൽ അവസരങ്ങൾ നൽകണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്.
ക്രിക്കറ്റ് ലോകത്തെ ഇതുപോലുള്ള ഏറ്റവും പുതിയ വാർത്തകൾക്കും കൃത്യമായ സ്പോർട്സ് വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.